പെരിക്കല്ലൂർ കെ.എസ്.ആർ.ടി.സി യാർഡിൽ ഒഴിഞ്ഞ കുപ്പികൾ നിറഞ്ഞു കവിഞ്ഞ് നിലത്ത് പരന്നു കിടക്കുന്നത് മൂലം കാട് മൂടിക്കിടക്കുന്നത് മൂലവും കെ.എസ്.ആർ.ടി.സി ജീവനക്കാർ പ്രതിസന്ധിയിലാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ടൗണുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വേസ്റ്റുകൾ മുഴുവൻ കൂട്ടിയിടുന്നത് കെ.എസ്.ആർ.ടി.സി യാർഡിലാണ്. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും വേസ്റ്റുകൾ റോഡ് സൈഡിൽ കൂട്ടിയിടുന്നത് കാണുവാൻ സാധിക്കും. കെ.എസ്.ആർ.ടി.സി വിശ്രമമുറിയുടെ മുൻഭാഗം കാട് വെട്ടിയെങ്കിലും പുറകുവശം കാട് മൂടിക്കിടക്കുന്നത് മൂലം ഇഴജന്തുക്കളും മറ്റും ജനലിൽ കൂടി ഉള്ളിൽ കയറുവാൻ സാധ്യത കൂടുതലാണ്. എത്രയും വേഗം കെട്ടിടത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ കാടുകൾ വെട്ടിനീക്കുകയും വേസ്റ്റ് കുപ്പികളും മറ്റും നീക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യാത്ര കഴിഞ്ഞ് വിശ്രമിക്കാനെത്തുന്ന ജീവനക്കാർ കിടന്നുറങ്ങുന്നത് നിലത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന ബെഡിൽ മൂട്ടയും മറ്റും പെരുകിയത് മൂലം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ബെഡുകൾ ഉപേക്ഷിക്കുകയാണ് ജീവനക്കാർ ചെയ്തത്. ശുചിമുറിയുടെ അവസ്ഥയാണെങ്കിൽ പറയാൻ പറ്റാത്ത വൃത്തിഹീനമായ രീതിയിലാണ് കിടക്കുന്നത്. നേരത്തെ 18ഓളം ബസ്സുകൾ ഇവിടെ നിന്നും പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ 8 ബസ്സുകൾ മാത്രമാണ് ഉള്ളത്. രാവിലെ 3:30 പുറപ്പെടുന്ന ബസ്സും രാത്രി 9:30 പുറപ്പെട്ടിരുന്ന ബസ്സും സാധാരണ യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇവ തുടങ്ങുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പെരിക്കല്ലൂർ പൗരസമിതി ആവശ്യപ്പെട്ടു. മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്ത് അധികൃതരും മറ്റും ഇവ ശരിയാക്കാൻ വേണ്ട ശ്രദ്ധിക്കണമെന്ന് പെരിക്കല്ലൂർ പൗരസമിതി പ്രസിഡന്റ് ഗിരീഷ് കുമാർ ജി, ട്രഷറർ ഡാമിൻ ജോസഫ്, ബിജു ജോസഫ് എന്നിവർ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ പെരിക്കല്ലൂർ കെ.എസ്.ആർ.ടി.സി യാർഡിലാണ് നിൽക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏകദേശം 50 ലക്ഷം രൂപ മുടക്കി യാർഡ് നിർമ്മിക്കുകയും 17ഓളം സർവീസുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് പെരിക്കല്ലൂർ. ഇന്ന് നിലവിൽ അത് 8 സർവീസായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ സർവീസുകളുടെ എണ്ണം കുറഞ്ഞു. ഒപ്പം തന്നെ ഈ പ്രദേശം ആകെ കാട് മൂടി, ഒപ്പം തന്നെ വേസ്റ്റുകൾ നിറഞ്ഞ് യാർഡ് വൃത്തിഹീനമായ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതെല്ലാം പരിഹാരം കണ്ടെത്തി നല്ല രീതിയിൽ ഇത് ഹരിതകർമ്മസേനയും ഒപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളും പഞ്ചായത്തിൻ്റെയും അടിയന്തര ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാകണമെന്നാണ് പെരിക്കല്ലൂർ പൗരസമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്ത് ഒപ്പം തന്നെ തൊഴിലാളികൾക്കടക്കം സുഗമമായി ഇവിടെ താമസിക്കുന്നതിനും മറ്റ് അനുബന്ധ കാര്യങ്ങളും പഞ്ചായത്ത് തലത്തിലും ബന്ധപ്പെട്ട അധികൃതരും ഏറ്റെടുത്ത് ഭംഗിയായി നടത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകണം. ഞാൻ പെരിക്കല്ലൂർ പൊൻകുന്നം പെരിക്കല്ലൂർ സർവീസിൻ്റെ കണ്ടക്ടറാണ്. അപ്പം ഞങ്ങൾ ബാക്കിയുള്ളവരിവിടെ കോട്ടയത്ത് നിന്നുണ്ട്, അടൂരിൽ നിന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഈ കിടപ്പ് സൗകര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോഴത്തേന് വളരെ അസൗകര്യങ്ങളുണ്ട്. സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മൂട്ടശല്യം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതിൻ്റെ ബെഡും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയാണ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ പോരാണ്ട് പരിസരമെല്ലാം വൃത്തിഹീനമായിട്ട് കിടക്കുമായിരുന്നു. അത് തൊഴിലുറപ്പുകാരൻ തോന്നാരോ എല്ലാം വന്ന് ചെയ്തതിൻ്റെ പേരിൽ ഇച്ചിരി മാറ്റം വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികൃതർ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള താമസ സൗകര്യത്തിനുള്ള നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തീരുമാനമാകണമെന്ന് വിനയ പുരസ്കാരങ്ങൾ അഭ്യർത്ഥിക്കുക. ഞങ്ങൾ രാത്രിയിൽ വെളുപ്പാങ്കാലത്താണ് സർവീസ് കഴിഞ്ഞ് വരുന്നത്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വരുമ്പം മൊത്തം കാടും പരിസരമെല്ലാം കാടും മറ്റും കാര്യങ്ങളും കയറി കിടക്കുകയാണ്. നല്ല ഇഴജന്തുക്കളോ മറ്റോ കിടന്നാൽ പോലും അറിയത്തില്ല. അതുപോലെ തന്നെ ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ ഇട്ടാണ് മൂട്ടയുടെ മരുന്നും മറ്റു കാര്യങ്ങളും വാങ്ങിച്ച് അടിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ തറയിൽ പാവിരിച്ചാണ് നിലത്ത് കിടക്കുന്നത്. അതുപോലെ ബാത്റൂം തന്നെ ഭയങ്കര വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഉപയോഗിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് പറ്റത്തില്ല. ദയവായി അധികൃതർ ഇതിനെതിരെ എന്തെങ്കിലും ഒരു ചെയ്തു തരണമെന്ന് പറയുന്നു. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.